സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുക. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പിന്നാലെ സർക്കാരിന്റെ ഓണക്കിറ്റുകളുടെയും വിതരണം ആരംഭിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുക. 30,000-ൽ പരം ക്ഷേമ സ്ഥാപനങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകുക എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥരെത്തിക്കും. 4 അന്തേവാസികൾക്ക് 1 കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് പറഞ്ഞു. സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിൽ ഉയരുന്ന വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ മന്ത്രി വിശപ്പ് രഹിത കേരളത്തിനായുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും വ്യക്തമാക്കി. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടാണ്. സംസ്ഥാനത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന ധീരമായ നിലപാടാണ് ഈ പിണറായി സർക്കാർ അന്ന് സ്വീകരിച്ചത്. പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ പരിപ്പ്, വാൻപയർ, കശുവണ്ടി, മിൽമ നെയ്, ഗോൾഡ് ടീ, പായസം മിക്സ്, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തുടങ്ങിയ 14 ഇന അവശ്യ വസ്തുക്കളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇത്തവണ ഓണക്കാലത്ത് പിങ്ക് കാർഡുകാർക്ക് നിലവിലുള്ള വിഹിതത്തിനു പുറമെ 5 കിലോ അരി അധികം നൽകും. നീലക്കാർഡിന് 10 കിലോയും വെള്ളക്കാർഡിന് 15 കിലോയും വീതമാണ് അരി നൽകുക. ജനം, തിരുവനന്തപുരം.